ബി ജെ പിക്ക് ആർ എസ് എസിന് വേണ്ടേ എന്ന ചോദ്യത്തിന് ആർ എസ് എസിന് ബി ജെ പിക്ക് വേണം. ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ബന്ധത്തെ ഞാൻ നിർവചിക്കുന്നത് ഒരു സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും തമ്മിലുള്ള ബന്ധം പോലെയാണ്. ബി ജെ പി ഒരു ഹാർഡ്വെയറും ആർ എസ് എസ് ഇതിൻ്റെ സോഫ്റ്റ്വെയറുമാണ്. പക്ഷേ ഇവർ തമ്മിലുള്ള ബന്ധം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഇരു കക്ഷികളും പരസ്യമായി അംഗീകരിക്കുകയില്ല. കാരണം ആർ എസ് എസ് ഒരു സാമൂഹിക സാംസ്കാരിക പ്രത്യയശാസ്ത്ര സംഘടനയാണ് എന്നതാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാട്. ആർ എസ് എസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാനത് വിശദീകരിക്കാം എങ്ങനെയാണ്. ആർ എസ് എസിൻ്റെ ഘടനയും ബി ജെ പിയുടെ ഘടനയും തമ്മിലുള്ള പ്രവർത്തനത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലേറ്റവും കൗതുകകരമായ പഠനം നടത്തിയത് മാർസിയ കാസ്ലൂരി എന്ന് പറയുന്ന ഒരു പ്രഗത്ഭയായ ഗവേഷകയാണ്. ഇവർ എങ്ങനെയാണ് ഹിന്ദുത്വം ഫാസിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന അവരുടെ ശ്രദ്ധേയമായൊരു പഠനത്തിൽ പറയുന്നുണ്ട്. ഈ ബി എസ് മൂഞ്ചെ, ഹെഡ്ഗേവാർ, ഗോവാൾക്കർ ഇവരെല്ലാവരും ആർ എസ് എസിൻ്റെ ഐഡിയോളജി രൂപീകരിക്കുമ്പോൾ അതിന് ഇറ്റലിയിലെ ഫാസിസം എങ്ങനെ സ്വാധീനിച്ചു, അതെങ്ങനെയാണ് പിന്നീട് ആർ എസ് എസിൻ്റെ തന്നെ ഐഡിയോളജിയെ പരുവപ്പെടുത്തുന്നത്, ഒരു മിലിറ്ററൈസേഷൻ, ഒരു സൈനികവൽക്കരണം എങ്ങനെയാണ് ആർ എസ് എസിൽ സംജാതമായത് 1930-കൾക്ക് ശേഷം, ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് 1925 ആർ എസ് എസ് രൂപീകരിക്കുന്നുണ്ടെങ്കിലും 30-ന് ശേഷം, പ്രത്യേകിച്ച് 31-ന് ശേഷം ആർ എസ് എസിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ വരുന്ന മാറ്റം, പ്രത്യയശാസ്ത്ര പദ്ധതികളിൽ വരുന്ന മാറ്റം ഇന്നും അതേപടി തന്നെ ബി ജെ പിയുടെ ചില രാഷ്ട്രീയ പദ്ധതികളായി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഞാനിതിനെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം ഒരു സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും പോലെയാണ്. എങ്ങനെയാണ് ഈ ബന്ധം? 1948-49 കാലഘട്ടങ്ങളിൽ ഗാന്ധിവധത്തെ തുടർന്ന് ആർ എസ് എസിനെ നിരോധിക്കുമ്പോൾ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി ആർ എസ് എസ് രൂപീകരിക്കപ്പെടേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് അന്ന് ആർ എസ് എസ് ഹെഡ്ഗേവാർ അടക്കമുള്ള ആളുകൾ മറുപടി പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് തടസ്സമുണ്ട്. മാത്രമല്ല 1925 തന്നെ അവരുടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുക എന്നുള്ളതായിരുന്നില്ല. 51 ഭാരതീയ ജനസംഘം രൂപീകരിക്കുന്നത് മുതൽ ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ ബന്ധമുണ്ട്. ബി ജെ പിക്ക് ആവശ്യമായിട്ടുള്ള മാനവ വിഭവശേഷിയെ ആർ എസ് എസ് കൃത്യമായിട്ടും ഉപയോഗിച്ചിരുന്നു. ആർ എസ് എസിന് ഇന്ന് തന്നെ 60,000-ലധികം ശാഖകളുണ്ട്. 3 ഡസനിലോളം വരുന്ന സാമൂഹിക സംഘടനകളുടെ കരുത്തവർക്കുണ്ട്. ഒപ്പം തന്നെയാണ് അതിനോടൊപ്പം തന്നെ ചില ഫ്രിഞ്ച് എലമെൻറ്റുകളും ആ ഭാഗത്ത് പ്രവർത്തിക്കുന്നു. 2-2.5 ലക്ഷത്തോളം വിവിധ മൈക്രോ സ്കീമുകൾ ആർ എസ് എസിൻ്റെ വെൽഫെയർ പദ്ധതികളായിട്ടുണ്ട്. ഇതെല്ലാം ബി ജെ പി പ്രധാനപ്പെട്ട രാഷ്ട്രീയ മൂലധനമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. ആർ എസ് എസിൻ്റെ ഈ ഹ്യൂമൻ റിസോഴ്സസിനെ, ആർ എസ് എസിൻ്റെ തന്നെ വളരെ വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കുന്ന മെഷീനറി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആർ എസ് എസിൻ്റെ ചില നേതാക്കളെ, പ്രധാനമായിട്ടും പ്രചാരകന്മാരെ തന്നെ ബി ജെ പിയുടെ നേതാക്കളായിട്ട് കൊണ്ടുവരാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി, നരേന്ദ്രമോദി, ഇവരെല്ലാവരും ആർ എസ് എസിൽ നിന്ന് വന്നവരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ ഈ പ്രചാരകന്മാരോടൊപ്പം തന്നെ ഈ സംഘാതൻ മന്ത്രി എന്ന് പറയുന്നൊരു വകുപ്പുണ്ട്. അതാണല്ലോ ഓർഗനൈസേഷൻ സെക്രട്ടറി. സഹസംഘാതൻ മന്ത്രി എന്ന് പറയുന്ന അസിസ്റ്റന്റ് ഓർഗനൈസേഷൻ സെക്രട്ടറി. ഇത് ബി ജെ പി ആർ എസ് എസും തമ്മിലുള്ള സംഘടനാപരമായ നെക്സസ് ആണ്. ഈ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും തമ്മിൽ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ഈ ഓർഗനൈസേഷണൽ സെക്രട്ടറിമാരിലൂടെയാണ്. ആ ഓർഗനൈസേഷണൽ സെക്രട്ടറിമാരും ബി ജെ പിൻ്റെ മേൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് പുറത്ത് പരക്കുന്ന ഒരു ഫാൾസ് നെറേറ്റീവാണെന്നാണ് എൻ്റെ പക്ഷം. കാരണം ബി ജെ പിയും ആർ എസ് എസും തമ്മിൽ ഒരിക്കലും അങ്ങനെ ഒരു ശീതയുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. കാരണം പഠനങ്ങൾ പറയുന്നത് പോലെ ആർ എസ് എസ് എപ്പോഴും ആർ എസ് എസിൻ്റെ ഫങ്ഷണറീസുമായിട്ടും ബി ജെ പിയുടെ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്നവർ ബി ജെ പിയുടെ സംഘടനാ തലത്തിൽ മാത്രമാണ് ബന്ധപ്പെട്ടിരിക്കുക. ആ വളരെ കൃത്യമായിട്ടുള്ളൊരു ഡിവിഷൻ ഓഫ് ലേബർ ആർ എസ് എസ് ബി ജെ പി കോർട്ടിലുണ്ട്. ഇത് ഹിന്ദുത്വ പ്രോജക്റ്റിനുള്ളിൽ നിന്ന് പഠിക്കുമ്പോൾ മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ശരിയാണ്, എക്കണോമിക് പോളിസി ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഫോറിൻ പോളിസിയുടെ കാര്യത്തിൽ ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, പാകിസ്ഥാൻ്റെ വിഷയത്തിലടക്കം. പക്ഷേ നോക്കൂ, നരേന്ദ്രമോദി വന്നു കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഉദാഹരണം പറയാം. അഗ്നിവീർ. ഈ അഗ്നിവീർ എന്ന് പറയുന്നത് അടിസ്ഥാനമായ 1931 ബി എസ് മൂഞ്ചെ കൊണ്ടുവരാൻ ശ്രമിച്ച ഐഡിയലൈസ്ഡ് ആയിട്ടിരിക്കുന്ന മിലിറ്ററൈസേഷൻ്റെ ഏറ്റവും നല്ല പദ്ധതിയാണ്. അത് ബി ജെ പിയാണ് ഇതിന് പോളിസി ഫോർമേഷൻ കൊടുക്കുന്നത്. ആർ എസ് എസിൻ്റെ ഐഡിയോളജിക്ക് ബി ജെ പിയുടെ പൊളിറ്റിക്കൽ ഫോർമേഷൻ ആയിരുന്നു യഥാർത്ഥത്തിൽ അഗ്നിവീർ എന്ന് പറയുന്നത് തന്നെ. എങ്ങനെയെന്നാൽ ബി എസ് മൂഞ്ചെ 1931 ഇറ്റലിയിലേക്ക് പോയി ബെനിറ്റോ മുസോളിനിയെ കാണുന്നുണ്ട്. അന്ന് ബെനിറ്റോ മുസോളിനിയെ കാണുമ്പോൾ അദ്ദേഹം കൂടുതൽ ആകൃഷ്ടനാവുന്നത് അവിടെയുള്ള സൊസൈറ്റിയുടെ മിലിറ്ററൈസേഷനിലാണ്. അപ്പോൾ ഒരു രാഷ്ട്രത്തെ മാത്രമല്ല സമൂഹത്തെ കൂടി മിലിറ്ററൈസ് ചെയ്യണമെന്നുള്ള ആശയം യഥാർത്ഥത്തിൽ ആർ എസ് എസിനുണ്ടാവുന്നത് ഈ ബി എസ് മൂഞ്ചയുടെ വിസിറ്റോട് കൂടിയാണ്. അതിനുശേഷം ബി എസ് മൂഞ്ചെ നാട്ടിൽ വന്നതിന് ശേഷം ആദ്യം ചെയ്ത കാര്യം ഈ ശാഖാ പരിപാടി യഥാർത്ഥത്തിൽ മിലിറ്ററൈസേഷന് സമാനമായ രീതിയിലുള്ള
അഭ്യാസമുറകൾ ആരംഭിക്കുകയാണ്. BS മൂഞ്ചയ്ക്ക് ഈ ആശയം കൊടുക്കുന്നത് ബെനിറ്റോ മുസോളിനിയാണ്. ഇത് തന്നെയാണ് പിന്നീട് ഹെഡ്ഗേവാർ തുടരുന്നത്. അതിനുശേഷമാണ് MS ഗോൾവാൾക്കർ തുടരുന്നത്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയറായി പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഹ്യൂമൻ റിസോഴ്സസിനെയും BJPക്ക് കൊടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അവിടെയാണ് ഈ അഗ്നിവീർ എന്ന് പറയുന്നത് 4 വർഷം ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സൊസൈറ്റിയിലേക്ക് ഇറക്കി വിടുകയാണ്. ഇവരുടെ ജോലി എന്താണ്? പിന്നീട് മിലിറ്ററൈസേഷൻ ഓഫ് ദി സൊസൈറ്റിയാണ്. ഇതാണ് BS മൂഞ്ച കൊണ്ടുവന്നത്. ആർട്ടിക്കിൾ 370 1951 ഭാരതീയ ജനസംഘ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ അതിന് തൊട്ട് മുമ്പ് ശ്യാമപ്രസാദ് മുഖർജി ആവർത്തിച്ചു പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. ശ്യാമപ്രസാദ് മുഖർജിയുടെ രക്തസാക്ഷിത്വം തന്നെ BJPയും RSSും ഒരേപോലെ ആചരിക്കുന്നത് ഈ കാശ്മീരിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അന്ന് നെഹ്റു എടുത്ത നിലപാടുകൾക്കെതിരായിരുന്നു. അപ്പോൾ ഓരോ ഘട്ടമാണെങ്കിലും ആ ഘട്ടങ്ങളിലെല്ലാം BJPയും RSSും തമ്മിൽ പരസ്പര പൂരകമായ നിലപാട് ഉറപ്പിച്ചിട്ടുണ്ട്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇവർ പ്രവർത്തിച്ചിരിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദിയുടെ സർക്കാരിൽ മാത്രം 10 മന്ത്രിമാരിൽ 7 മന്ത്രിമാരും ഇതേപോലെ RSS കേഡറായി പ്രവർത്തിച്ചിരിക്കുന്നവരാണ്. ഗവർണർമാരുടെ കണക്കെടുക്കൂ. 4 out of 10 ഗവർണേഴ്സ് ആർ ഫോമർ പ്രചാരക്സ് ആൻഡ് വോളണ്ടിയേഴ്സ്. മന്ത്രിമാരുടെ കാര്യമെടുത്താൽ 7 മന്ത്രിമാർ, 10 മന്ത്രിമാരിൽ 7 മന്ത്രിമാരും പ്രചാരകന്മാരായിരുന്നു. ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ കാര്യമെടുത്താൽ, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ കാര്യമെടുത്താൽ 8 out of 12 BJP റൂൾഡ് സ്റ്റേറ്റ്സ് ആർ സ്വയം സേവക് സംഘ്സ്. അപ്പോൾ തമ്മിൽ ബന്ധമെന്നുള്ളത് ഒരിക്കലും പരസ്യമായ ഒന്നല്ല. ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഉറപ്പാക്കുന്ന രീതിയിൽ RSS BJPയുടെ ഒരു കേഡറായി പ്രവർത്തിക്കുന്നത്, ഒരു സോഫ്റ്റ്വെയറായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. ആ സോഫ്റ്റ്വെയറിനോടൊപ്പം തന്നെ അതിനെ ചലിപ്പിക്കുന്ന ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഉറപ്പാക്കുന്ന ഒരു ഹ്യൂമൻ റിസോഴ്സ് മെക്കാനിസം ഈ പറയുന്ന 60,000-ഓളം ശാഖകളിലൂടെ BJP വളർത്തിയെടുത്തിട്ടുണ്ട്. ഇന്നത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി വാട്സപ്പിലും പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ BJPയും RSSനെ വേണ്ടെന്ന് വയ്ക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമായ ഒന്നല്ല. കാരണം അത് എങ്ങനെയാണോ ആപ്പിളിൽ, ഐഫോണിൽ iOS വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണോ മൈക്രോസോഫ്റ്റ് ആൻഡ്രോയിഡ് വർക്ക് ചെയ്യുന്നത്, ഇതുപോലെ ഒരു സോഫ്റ്റ്വെയറും ഒരു ഹാർഡ്വെയറും തമ്മിലുള്ള ബന്ധമാണ്. ഒന്നിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടൊന്നിന് അസ്തിത്വമില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ഇന്നിപ്പോൾ നദ്ദ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇസ് വെരി ക്ലിയർ. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണ്, ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻ. അതാണ് അന്നും 1925 മുതൽ, അതിനുശേഷം 51, 77 പിന്നീട് ഒരു കാലത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ പാർട്ടിയിൽ വരുന്ന ഘട്ടത്തിലാണ് RSSലെയും ജനതാ പാർട്ടിയിലെയും അംഗത്വം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് എക്സിക്യൂട്ടീവ് കൗൺസിൽ തീരുമാനമെടുക്കുമ്പോഴാണ് ജനതാ പാർട്ടിയിൽ നിന്ന് അവർ ഇറങ്ങിപ്പോകുന്നതും BJP രൂപീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും. ഈ കോണ്ടെക്സ്റ്റിലെല്ലാം തന്നെ അവരെടുത്തിരിക്കുന്ന നിലപാട് RSS ഒരു സാമൂഹിക സാംസ്കാരിക പ്രത്യയശാസ്ത്ര സംഘടനയാണ്, BJP അതിൻ്റെ പൊളിറ്റിക്കൽ ഫോർമേഷനാണ്. അതിനെ പൂർണ്ണമായും പ്രവർത്തിപ്പിക്കുന്ന, സജ്ജീകരിക്കുന്ന, വർക്ക് ചെയ്യിപ്പിക്കുന്ന ഗ്രൗണ്ട് ഫോഴ്സാണ് RSS എന്നുള്ളത്. അതുകൊണ്ട് JP നദ്ദയുടെ പ്രസ്താവനയ്ക്ക് ഞാൻ ഒട്ടും അതിശയോക്തി കാണുന്നില്ല. ഇത് രണ്ടും രണ്ടാണ് എന്ന നിലയിൽ തന്നെ ഇത് പ്രവർത്തിക്കും. പക്ഷേ ആത്യന്തികമായി ഒന്നു തന്നെയാണ്. ഒന്നിൻ്റെ സോഫ്റ്റ്വെയറും ആ സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കുന്ന ഹാർഡ്വെയറുമാണ് എന്നതാണ് എൻ്റെ പക്ഷം. Meet the editors.